വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 17 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യർക്ക് ഉപദേശങ്ങൾ. അവൻ ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആർ മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരന്തം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ലു കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക. പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമോർ വൃക്ഷത്തോട് ചുവടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ പുഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തത് കൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള യേശുവിന്റെ പഠനങ്ങൾ. വ്യത്യാസപ്പെട്ട സന്ദർഭങ്ങളിലായി വ്യത്യാസപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് യേശു ശിഷ്യന്മാരോടും ജനങ്ങളോടുമായിട്ട് പങ്കുവച്ച വിഷയങ്ങൾ സുവിശേഷകനായിട്ടുള്ള ലൂക്ക ഒന്നിച്ചു ചേർത്ത് നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഈ സുവിശേഷം എന്ന് നമുക്ക് ധരിക്കാം. ഇതിൽ യേശു ആദ്യമായിട്ട് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉതപ്പ് ഇടർച്ച വരുത്താൻ ഇടവരുന്നത് ഗൗരവമായിട്ടുള്ളൊരു തെറ്റായിട്ട് പരിഗണിക്കേണ്ടതാണ് എന്ന ആശയമാണ്. ആ ഉതപ്പും ഇടർച്ചയും ദുഷ്പ്രേരണ മൂലം ആയാലും ജീവിതം വഴിയായാലും ഒരിക്കലും എന്നിൽ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നത് വളരെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നതായിട്ട് നാം ഇതിൽ കാണുന്നു. രണ്ടാമത്തെ ആശയം യേശു പങ്കുവയ്ക്കുന്നത് തെറ്റ് തിരുത്തുന്നതിനെ പറ്റിയും തെറ്റ് ചെയ്ത വ്യക്തി പശ്ചാത്താപത്തോടുകൂടെ സമീപിക്കുമ്പോൾ ആ തെറ്റിനോട് ക്ഷമ കാണിക്കുന്നതിനെയും പറ്റി ആണ് യേശു ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം ആയാലും തെറ്റു ചെയ്ത വ്യക്തി പശ്ചാത്താപത്തോടു കൂടി തിരിച്ചു വരികയാണെങ്കിൽ ഒരു വ്യവസ്ഥയുമില്ലാതെ മഹാമനസ്കതയോടുകൂടെ ആ വ്യക്തിയോട് ക്ഷമിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് എന്ന് നിങ്ങൾ കരുതണം എന്നുള്ളതാണ് യേശുവിന്റെ പഠനം. മൂന്നാമത്തെ വിഷയം ഇതിൽ കാണാവുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചാണ്. യേശുവിന്റെ ഉറച്ച നിലപാട് വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ ശാക്തീകരണം നേടേണ്ട ഒരു അനുഭവമായിട്ട് അതിനെ തീർക്കണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യേശു പറയുന്നത്, ഒരു കടുകുമണിയോളം യഥാർത്ഥ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ തന്നെ വിസ്മയിക്കാനിടവരും. അസാധ്യമായിട്ടുള്ളത് ഒന്നും നിങ്ങൾക്ക് ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണാം. കാരണം ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വരികിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള അനന്തശക്തി നിങ്ങളിലൂടെ പ്രവർത്തിക്കാനിടവരും. ഈ ആശയം തന്റെ അനുവാചകരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടെയാണ് സാഹിത്യത്തിൽ ഉള്ള ഒരു പദപ്രയോഗം കൊണ്ട് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ പോലും അത് അനുസരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം
ജീവിതത്തിലുള്ള എന്ത് പ്രതിസന്ധികളായാലും ശരി, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള വെളിച്ചം നിങ്ങൾക്കായിട്ട് ലഭിക്കാനിടവരും. ദൈവത്തിലുള്ള ആഴത്തിലും യഥാർത്ഥത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് വരികിൽ എന്ന യാഥാർത്ഥ്യം ശിഷ്യന്മാരെയും ജനങ്ങളെയും പഠിപ്പിക്കുകയാണ് യേശു ഇവിടെ. ഇങ്ങനെ യേശുവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ വലിയ തലക്കനം കാണിച്ച് അവകാശവാദം ഉന്നയിച്ച് ജീവിക്കുന്ന ഒരു ശൈലിയല്ല നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കടമകൾ നിർവഹിച്ചു എന്ന് മാത്രം നിങ്ങൾ ധരിച്ചുകൊണ്ട് വളരെ മിതമായും പക്വതയോടുകൂടിയും നിങ്ങൾ സമൂഹത്തിൽ വ്യാപരിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്ന ആശയമാണ് യേശു തന്റെ അനുവാചകരെ പഠിപ്പിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.